കണ്ണന്റെ മുന്നിൽ നിറഞ്ഞാടി നിൽക്കുന്ന കൃഷ്ണനാട്ടത്തിൽ രമിച്ചെന്മനം മായകൾ കാട്ടി മനം മയക്കിടുന്ന മയിൽപ്പീലി എൻ്റെ മനസ്സിലെത്തി. കൂത്തമ്പലത്തിൽ മറന്നിട്ടു പോയൊരാ മയിൽപ്പീലി തൊണ്ടിൻ്റെ കഥയിലെത്തി. ശ്രേഷ്ഠനാം വില്വമംഗലം സ്വാമിയാ കണ്ണനു മുന്നിൽ ഭജിക്കാൻ വന്നു. കണ്ണനെ കാണുവാൻ വെമ്പും മനസ്സുമായി മാനവേദരാജനും വന്നണഞ്ഞു. ഭക്തിയിലാറാടി രാജാവു കണ്ണന്റെ കീർത്തനം പാടി സ്തുതിച്ചു നന്നാ. കണ്ണന്റെ ലീലയിൽ ആറാടി നിൽക്കുന്ന സ്വാമിയാരെ കണ്ടു അമ്പലത്തിൽ. പ്രത്യക്ഷ കൃഷ്ണനെ കണ്ടപ്പോൾ സ്വാമിയാർ ആനന്ദചിത്തനായി തീർന്ന നേരം പ്രത്യക്ഷ രൂപത്തിൽ കണ്ണനെ കാണുവാൻ രാജനും മോഹമുദിച്ചുള്ളിൽ. കൂത്തമ്പലത്തിലിലഞ്ഞി മരച്ചോട്ടിൽ ഭക്തിയാൽ ധ്യാനിച്ചിരുന്നു രാജൻ. മണ്ണുവാരി കള്ളപ്പുഞ്ചിരി തൂകുന്ന കണ്ണനെ കൺമുന്നിൽ കണ്ടു രാജൻ. കണ്ണും മനസ്സും നിറഞ്ഞുടൻ രാഗത്താൽ വാരിപ്പുണരുവാൻ വെമ്പൽ കൊണ്ടു. തൽക്ഷണം ഓടിയകന്നു ചിരിയോടെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കണ്ണൻ തിരുമുടിയിൽ നിന്നടർന്നു വീണ മയിൽപ്പീലിയാൽ കൃഷ്ണ കിരീടം വച്ചു. ഇലഞ്ഞി മരത്തിനാൽ നിർമ്മിച്ച ശില്പത്തിൻ സവിധേയിരുന്നിട്ടു കൈകൾ കൂപ്പി. കണ്ണന്റെ അഷ്ടകഥകളാൽ ശ്രേഷ്ഠമാ കൃഷ്ണനാട്ടത്തിനു പാട്ടെഴുതി. നൃത്തവും വാദ്യവും സംഗീതവും ചേർന്ന് കൃഷ്ണനാട്ടത്തെ ചമച്ചു രാജൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനു നേരിക്കാൻ നൈവേദ്യമായി വിളമ്പി രാജൻ. കൃഷ്ണനാട്ടം കാണാൻ ഭക്തർ തൻ കൂടെ കണ്ണനും പ്രേമത്താൽ വന്നിരിക്കും. കണ്ണന്റെ മായാവിലാസത്തിലാറാടി ഭക്തർ തൻ മാനസം ശുദ്ധമാകും. കണ്ണന്റെ മായാവിലാസത്തിലാറാടി ഭക്തർ തൻ മാനസം ശുദ്ധമാകും എന്നും. ഭക്തർ തൻ മാനസം ശുദ്ധമാകും.